ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്രിസ്മസിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എക്സാമൊക്കെ ആവാനായി നമുക്ക് പുതിയ സിലബസ് ആണ്. അപ്പോൾ പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ഒരു വിത്ത് മുളക്കാൻ തുടങ്ങുന്നതിൻ്റെ ചിത്രങ്ങളാണിവ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു വിത്ത് മുളക്കുന്നതുമായി ബന്ധപ്പെട്ട പാഠം നമ്മൾ പഠിച്ചതാണ് അല്ലേ, സീഡ് ഓഫ് ലൈഫ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിത്ത് മുളക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തേത്, വിത്തിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന ഭാഗം ഏതാണ്? ഈ വിത്തിൽ നിന്നും ആദ്യമായിട്ട് പുറത്തു വരുന്ന ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ ബീജമൂലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബീജമൂലം. രണ്ടാമത്തെ ചോദ്യം, ഈ ഭാഗം വളർന്നാൽ സസ്യത്തിൻ്റെ ഏതു ഭാഗമായാണ് മാറുക? അഥവാ ഈ ബീജമൂലം വളർന്നു കഴിഞ്ഞാൽ സസ്യത്തിൻ്റെ ഏതു ഭാഗമായിട്ടാണ് മാറുന്നത്? ഏതു ഭാഗമാണ്? വേരായിട്ടാണ് മാറുന്നത്. ഓക്കെ. ഇനി സി, വിത്ത് മുളക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിത്ത് മുളക്കുന്നത്? വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വിത്തിൻ്റെ പുറന്തോട് കുതിർന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത്. ബീജമൂലവും ബീജശീർഷവും പുറത്തേക്ക് വരുന്നു. ബീജമൂലം വളർന്ന് വേരായി മാറുകയും ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വിത്തിൻ്റെ പുറന്തോട് കുതിർന്ന് പൊട്ടുന്നു. ബീജമൂലവും ബീജശീർഷവും പുറത്തേക്ക് വരുന്നു. ബീജമൂലം വളർന്ന് വേരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഡി ചോദ്യം, വേരിൽ നിന്ന് പുതിയ തൈ ഉണ്ടാകുന്ന സസ്യത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സസ്യമാണ് ശീമപ്ലാവ് അല്ലെങ്കിൽ കടപ്ലാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കറിവേപ്പും ഈ വേരിലൂടെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് പ്രവർത്തനം 2 വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം ചെയ്ത രമ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനടിയിൽ ഏതാനും സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ പഞ്ഞി വിരിച്ചാണ് വിത്തുകളിട്ട് വെള്ളമൊഴിച്ചത്. ചോദ്യം, ഗ്ലാസ്സിനടിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കിയതും പഞ്ഞി വിരിച്ചതും എന്തിനാകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? സുഷിരങ്ങൾ ഉണ്ടാക്കിയത് വെള്ളം കെട്ടി നിന്ന് വിത്ത് ചീയാതിരിക്കാനാണ്. ഓക്കെ, സുഷിരങ്ങൾ ഉണ്ടാക്കിയത് വെള്ളം കെട്ടി നിന്ന് വിത്ത് ചീയാതിരിക്കാനും പഞ്ഞി വിരിച്ചത് ഈർപ്പം നിലനിർത്താനും വേണ്ടിയാണ്. ബി ചോദ്യം, എന്തായിരിക്കും അവളുടെ കണ്ടെത്തൽ? എന്തായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് മനസ്സിലായി എന്ത്? വിത്ത് മുളക്കാൻ മണ്ണിൻ്റെ ആവശ്യം ഇല്ല എന്നും മനസ്സിലാക്കി. സി, വിത്ത് മുളക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ് വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ളത്? വായു, ജലം, അനുകൂലമായ താപനില. ഈ 3 മാത്രം മതി വിത്ത് മുളക്കാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ പരീക്ഷണവും പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇനി ഇതിലെ പ്രവർത്തനം 3, താഴെ കൊടുത്തിരിക്കുന്നവ ഉചിതമായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? വിത്ത് വിതരണ രീതിയും വിത്തിനുള്ള അനുകൂലനങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിത്ത് വിതരണ രീതിയിൽ കാറ്റ് വഴി, ജന്തുക്കൾ വഴി, ജലം വഴി. വിത്തിനുള്ള അനുകൂലനങ്ങൾ ഏതൊക്കെയാണ്? മാംസളമായ ഭാഗങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ഭാരം കുറഞ്ഞ വിത്ത്. ഇതെങ്ങനെയാണ് നമ്മൾ ക്രമപ്പെടുത്തി എഴുതേണ്ടത്? വിത്ത് വിതരണ രീതിയിൽ കാറ്റ് വഴിയുള്ളത് ഏതാണ്? ഭാരം കുറഞ്ഞ വിത്താണ്. ഓക്കെ, ഭാരം കുറഞ്ഞ വിത്ത്. ജന്തുക്കൾ വഴി മാംസളമായ ഭാഗങ്ങളാണ്. ജലം വഴി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ. ഇനി ഇതിലെ ബി ചോദ്യം, വിത്ത് വിതരണം കൊണ്ടുള്ള ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് വിത്ത് വിതരണത്തിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്? 1, മാതൃസസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ വിത്തുകൾ വീണ് മുളച്ചാൽ അവർക്ക് ആവശ്യമായ സൂര്യപ്രകാശവും വെള്ളവും വളവുമൊന്നും ലഭിക്കുകയില്ല. ഇവ ആവശ്യത്തിന് ലഭിക്കണമെങ്കിൽ വിത്തുകൾ വിതരണം ചെയ്യപ്പെടണം. ഓക്കെ, അതുപോലെ ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാനും സാധിക്കുന്നത് ഈ ഒരു വിത്ത് വിതരണ രീതി ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്ത പ്രവർത്തനം 4 വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ഓക്കെ, ISRO ടെലിവിഷൻ സാധ്യമാക്കുന്നു, മൊബൈൽ ഫോൺ സാധ്യമാക്കുന്നു, ഇൻ്റർനെറ്റ് സാധ്യമാക്കുന്നു. ഇതിലെ ബി ചോദ്യം, ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയാണ് എന്ന് സമർത്ഥിക്കാൻ സഹായകമായ ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, ഇന്ത്യ സ്വന്തമായ ഉപഗ്രഹങ്ങളും വിക്ഷേപണ വാഹനങ്ങളും നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ചന്ദ്രൻ, ചൊവ്വ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ചന്ദ്രയാന്, മംഗളയാന് എന്നിവ നാം വിജയകരമായി അയച്ചു കഴിഞ്ഞു.
അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. നക്ഷത്രഗണങ്ങളുടെ രേഖാചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കൂ. അവയുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ആണ്. രണ്ടാമത്തത് സപ്തർഷികളാണ് അല്ലെങ്കിൽ ബിഗ് ടിപ്പർ ആണ്. മൂന്നാമത്തത് വൃശ്ചികം അല്ലെങ്കിൽ സ്കോർപ്പിയസ് ആണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, നക്ഷത്ര നിരീക്ഷണത്തിന് സഹായകമായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നക്ഷത്ര മാപ്പ് ഉപയോഗപ്പെടുത്തണം. നിലാവുള്ള തെളിഞ്ഞ ആകാശം നക്ഷത്ര നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കുന്നു. ചുറ്റുമുള്ള വൈദ്യുത വിളക്കുകളുടെ സഹായം ആകാശ നിരീക്ഷണത്തിന് സഹായകമാണ്. വെളിച്ചമില്ലാത്ത ചക്രവാളം വരെ കാണുന്ന തുറസായ പ്രദേശമാകണം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഒന്ന്, നക്ഷത്ര മാപ്പ് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വെളിച്ചമില്ലാത്ത ചക്രവാളം വരെ കാണുന്ന തുറസായ പ്രദേശമാകണം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം 6 ചിത്രീകരണം നിരീക്ഷിക്കൂ. ഇവിടെ എന്താണ്? ചൊവ്വ പര്യവേക്ഷണ ദൗത്യം എന്ന് പറയുന്നത് ഏതാണ്? എജുസാറ്റ് എന്തിനാണ്? ISRO എന്തിനാണ്? വിദ്യാഭ്യാസ ഉപഗ്രഹം ആര്യഭട്ട എന്ന് തന്നിട്ടുണ്ട്. ആദ്യ സൗര ദൗത്യം ഏതാണ് എന്നൊക്കെയാണ്. ഈ വിട്ടുപോകുന്ന ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ ചൊവ്വ പര്യവേഷണ ദൗത്യം എന്ന് പറയുന്നത് മംഗളയാനാണ്. എജുസാറ്റ് എന്ന് പറയുന്നത് ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ISRO എന്ന് പറയുന്നത് ആദിത്യ L1 ബന്ധപ്പെട്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് ഒന്നാമത്തത് ചൊവ്വ പര്യവേഷണ ദൗത്യം എന്ന് പറയുന്നത് മംഗൾയാനാണ്. അതുപോലെ തന്നെ എജുസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ്. ഇനി ISROവുമായി ബന്ധപ്പെട്ടത് ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. ഇനി ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, തുമ്പ ഇക്വറ്റോറിയൽ സ്റ്റേഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായ്. ഇനി അടുത്തത് പ്രവർത്തനം 7 ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ എന്താണ്? ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? കാറ്, വിമാനം, വിറകടുപ്പ്, ഇതാണ് തന്നിട്ടുള്ളത്. ഓരോന്നിലും ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് എഴുതാം. കാറിൽ എന്താണ്? പെട്രോൾ ആണ്. വിമാനത്തിലാണെങ്കിൽ ജെറ്റ് ഫ്യൂവലാണ്. വിറകടുപ്പിൽ വിറകാണ് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ പറയാം. കാറിൽ പെട്രോൾ, വിമാനത്തിൽ ജെറ്റ് ഫ്യൂവല്, വിറകടുപ്പിൽ വിറക്. ഇതിലെ ബി ചോദ്യം, വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതക ഇന്ധനം ഏതാണ് വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഇന്ധനം എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആണ്. സി ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൽക്കരി, പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? കൂട്ടത്തിൽ കൽക്കരിയാണ്. കാരണം എന്താണ്? അത് ഖര ഇന്ധനമാണ്. മറ്റുള്ളവ ദ്രാവക ഇന്ധനമാണ്. അതുകൊണ്ടാണ് കൽക്കരിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ഡി ചോദ്യം, കത്തുന്നത് മൂലമാണോ ഇന്ധനങ്ങളിൽ നിന്നും ഊർജം ലഭിക്കുന്നത്? ഇന്ധനങ്ങളുടെ കത്തൽ സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ വായിക്കാം. കത്തുന്നത് മൂലമാണോ ഇന്ധനങ്ങളിൽ നിന്നും ഊർജം ലഭിക്കുന്നത്? ഇന്ധനങ്ങളുടെ കത്തൽ സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. ഓക്കെ, ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഊർജം പുറത്തുവിടുന്നു. പ്രവർത്തനം 8 ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? 3 പാത്രമാണുള്ളത് അല്ലേ? അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പാത്രത്തിൽ ഒരേപോലെയാണ് വെള്ളമുള്ളത്. രണ്ടാമത്തേതിൽ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അങ്ങനെ വരുമോ? ഇല്ല. എന്താണ്? ഇങ്ങനെയാണ് വരേണ്ടത്. 3 പാത്രത്തിനും ഒരേ ജലവിധാനമാണ് ലഭിക്കുന്നത്. ബി ചോദ്യം, ഈ പരീക്ഷണത്തിൽ ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് വിശദമാക്കുക. ഏതാണ്? ജലം വിധാനം പാലിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ചിത്രത്തിൽ 3ഉം ഒരേ അളവിൽ ജലം വേണമെന്ന് പറയുന്നത്. ഇതിലെ സി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശുദ്ധജലത്തിന് അനുയോജ്യമായ സവിശേഷത കണ്ടെത്തി എഴുതുക. ലായനിയാണ്. സാർവിക ലായകമാണ്. താപത്തെ. ഇതിൽ ഏതാണ്? ഇതിൽ അനുയോജ്യമായ സവിശേഷത എന്ന് പറയുന്നത് സാർവിക ലായകമാണ് എന്ന് പറയുന്നതാണ്. എന്താണ്? നമ്മൾ പറഞ്ഞു ജലം എന്ന് പറയുന്നത് ഒരു സാർവിക ലായകമാണ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇതിലെ മോഡലായിട്ട് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും എന്ന് പറയുന്നത്. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.